വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഏതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പീഡിയാട്രിക്സ് ആണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അല്ലാട്ടോ ഇത് നമ്മുടെ ചാപ്റ്റർ 2 ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സിലബസ് ഒന്ന് കാണിച്ചു തരാം. ഈ ചാപ്റ്റർ 2 ഇത് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയാണ്. ഇത് നിങ്ങൾ ഓൾറെഡി പീഡിയാട്രിക് ഫസ്റ്റിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതിൽ ഹെൽത്തി ചൈൽഡ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതിൽ അതിൻ്റെ ഡെഫിനിഷൻ, ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫ്രം ബർത്ത്, പിന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് തിയറീസും, നീഡ്സ് ഓഫ് നോർമൽ ചിൽഡ്രൻ ത്രൂ ദ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് പാരൻ്റൽ ഗൈഡൻസ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ. കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്കറിയാം പീഡിയാട്രിക്സ് നിങ്ങൾക്ക് ഓൾറെഡി കറൻ്റ്ലി 5th സെമ്മിൽ പീഡിയാട്രിക് ഫസ്റ്റിൻ്റെ പോസ്റ്റിങ്ങും എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചതാണ് അല്ലേ? പക്ഷേ എനിക്കൊരിക്കലും പീഡിയാട്രിക് 2 ഡയറക്റ്റ് തുടങ്ങാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാം എപ്പോഴും സിമ്പിൾ ടു കോംപ്ലക്സ് സബ്ജക്റ്റും ബേസിക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇവിടെ എന്താണെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. കാരണം ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്കൊരു പീഡിയാട്രിക്സ് കുറച്ചുകൂടെ നല്ലോണം ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾക്കറിയാം നിങ്ങളിപ്പോൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് പുറമെ എൻക്ലെക്സ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കുമല്ലോ. എൻക്ലെക്സിൻ്റെ ഒരു പ്രിപ്പറേഷൻ നിങ്ങളിപ്പോഴേ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അബ്രോഡൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും പുറത്തോട്ട് പോകാനാണ് താല്പര്യം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ബുക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്നത് വോങ്സ് എസെൻഷ്യൽസ് ഓഫ് പീഡിയാട്രിക് നഴ്സിംഗ് ആണ്. നിങ്ങൾക്ക് എന്തോരം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു ബുക്കാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് എൻക്ലിക്സിൻ്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓരോ ഇതിലും കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള ബുക്ക് ആ ബുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഈ ഒരു ബുക്ക് റെഫർ ചെയ്തും ഇതൊന്നുകൂടിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് ഒരു ന്യൂലി നമ്മൾ സെലക്ട് ചെയ്തതാണ് ഈ പറയുന്ന പീഡിയാട്രിക്സ് എന്ന് പറയുന്നത്. ഞാൻ ഒത്തിരി വലിച്ചു നീട്ടാതെ നമ്മുടെ ഈ പറയുന്ന ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് പോവാം. ഞാൻ ഭയങ്കര ഒരു സ്ലോയിലായിരിക്കും ക്ലാസ് പോകുന്നത്. കാരണം നമുക്ക് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പീഡിയാട്രിക്, സൈക്കാട്രി ഈ പറയുന്ന സെമ്മ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മാനേജ്മെൻ്റ് ഉണ്ട്, പീഡിയാട്രിക് ഉണ്ട്, സൈക്കാട്രിക് ഉണ്ട്. സോ ഈ സെമ്മ് കുറച്ച് നമുക്ക് പോസ്റ്റിംഗ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും കുറച്ച് നമ്മൾ കഷ്ടപ്പെടണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയും എഡ്യൂക്കേഷൻ പോലെ ഇൻട്രസ്റ്റിംഗ് അല്ലാത്തൊരു സബ്ജക്റ്റ് അല്ല. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ഈ പറയുന്ന പീഡിയാട്രിക്, സൈക്കാട്രി, മാനേജ്മെൻ്റ് ഒക്കെ. ഓക്കെ, സോ നമുക്ക് നോക്കാം. നമുക്ക് പീഡിയാട്രിക്സിൻ്റെ ഒരു ഓക്കെ കാര്യങ്ങൾ നോക്കാം. സോ ദ പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് മെഡിസിൻ കൺസേൺ വിത്ത് ഹെൽത്ത് ആൻഡ് മെഡിക്കൽ കെയർ ഓഫ് ഇൻഫൻറ്റ്, ചിൽഡ്രൻ ആൻഡ് അഡോളസെൻറ്റ്. ഓക്കെ, സോ മെയിനായിട്ട് നമ്മൾ എത്ര വയസ്സ് വരെയായിരുന്നു പീഡിയാട്രീഷ്യനെ കണ്ടുകൊണ്ടിരുന്നത്? ഒരു 18 വയസ്സിന് താഴെ. അതുവരെയല്ലേ നമ്മൾ മാക്സിമം പോയി കഴിഞ്ഞാൽ പീഡിയാട്രീഷ്യൻസിനെ കാണാറുള്ളൂ അല്ലേ? അതിനുശേഷം നമ്മൾ നമ്മുടെ ഫിസിഷ്യൻസിനെയാണ് കാണുന്നത് അല്ലേ? അപ്പോൾ പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് മെയിനായിട്ടും നമ്മുടെ ഇൻഫൻസ്, ചിൽഡ്രൻ, അഡോളസെൻസ് അത്രയും ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെയാണ് നമ്മൾ ഈ പറയുന്ന പീഡിയാട്രിക്സിൻ്റെ അണ്ടറിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. മനസ്സിലായല്ലോ? ഈ പറയുന്ന പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ്. ഇപ്പോൾ നഴ്സിങ്ങിൻ്റെ ആസ്പെക്റ്റിൽ വരുവാണെങ്കിൽ പീഡിയാട്രിക്സ് ഒരു ബ്രാഞ്ച് ഓഫ് നഴ്സിംഗ് ആണ്. ഓക്കെ, ഫാദർ ഓഫ് പീഡിയാട്രിക്സ് ഇത് നമുക്ക് MCQയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അബ്രഹാം ജേക്കബ് ആണ് ഈ പറയുന്ന പീഡിയാട്രിക്സിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. സോ ആരാണ് പീഡിയാട്രിക്സിൻ്റെ ഫാദർ? അബ്രഹാം ജേക്കബ്. ഇയർ അസോസിയേറ്റഡ് വിത്ത് മോഡേൺ പീഡിയാട്രിക്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് 19th സെഞ്ച്വറിയാണ്. സോ ഇത് അത്ര ഓൾഡസ്റ്റ് സെഞ്ച്വറി അല്ല, അത്ര ഓൾഡ് ആയിട്ടുള്ളൊരു ബ്രാഞ്ച് അല്ല. ഒരു 19th സെഞ്ച്വറിയിലായപ്പോഴാണ് ഈ പറയുന്ന പീഡിയാട്രിക്സ് വന്നത്. ഓക്കെ,
സോ അപ്പോൾ ഓക്കെ അല്ലേ, കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതൊരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ്. മെയിനായിട്ടും ഇൻഫൻസ്, ചിൽഡ്രൻ, അഡോളസെൻറ്റ്. ഇൻഫൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ഓരോരോ ഏജ് ഗ്രൂപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ 0 to 28 ഡേയ്സ് ആണെങ്കിൽ അത് ന്യൂ ബോൺ അല്ലെങ്കിൽ നിയോനാറ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഓരോരോ ലൈക്ക് ഇങ്ങനെ ഏജ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ തരംതിരിച്ചേക്കുന്നത്. സ്കൂളറുണ്ട്, പ്രീ സ്കൂളറുണ്ട്, ടോഡ്ലറുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് എന്താണ് നിയോനാറ്റ്, ഇൻഫൻറ്റ്, ടോഡ്ലറ്, പിന്നെന്താണ് സ്കൂളറ്, പ്രീ സ്കൂളറ്, അഡോളസെൻറ്റ്, അഡൽട്ട്, അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോവും. പിന്നെ ഫാദർ ഓഫ് പീഡിയാട്രിക്സ് ആരാണ്? അബ്രഹാം ജേക്കബി. പിന്നെ അതുപോലെ തന്നെ പീഡിയാട്രിക്സ് എന്ന് പറയുന്നത്, മോഡേൺ പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് ഒരു 90th സെഞ്ച്വറിയിലാണ് ഡെവലപ്പ് ചെയ്തത്, അതായത് ഏകദേശം 1800s. ഓക്കെ, ഇനി പീഡിയാട്രിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് സയൻറ്റിസ്റ്റ് ഫസ്റ്റ് നമുക്കറിയാം അബ്രഹാം ജേക്കബി, അതാണ് ഈ പറയുന്ന ഫാദർ ഓഫ് പീഡിയാട്രിക്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ബെഞ്ചമിൻ സ്പോക്കാണ് ഈ പറയുന്ന ചൈൽഡ് കെയർ ഗൈഡൻസ്, ഭയങ്കര ഫേമസ് ആണ് ആള്. കാരണം ആള് 1946 ഒരു ഇമ്പോർട്ടൻറ്റ് ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിർജീനിയ അബ്ഗാർ, നമ്മൾ പഠിച്ചതാണ് അബ്ഗാർ അസസ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഓരോ സ്കോറുണ്ട്, അതിൻ്റെ മാക്സിമം സ്കോറുണ്ട്, മിനിമം സ്കോറുണ്ട്. അബ്ഗാർ അസസ്മെൻറ്റ്, ഈ പറയുന്ന അബ്ഗാർ അസസ്മെൻറ്റ് നൽകിയത് ആരാണ്? വിർജീനിയ അബ്ഗാർ. അതൊക്കെ നമുക്ക് MCQയിൽ ചോദിക്കാം സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ്? അബ്രഹാം ജേക്കബാണ് ഫാദർ ഓഫ് പീഡിയാട്രിക്സ്. അതുപോലെ ബെഞ്ചമിൻ സ്പോക്കാണ് ഈ പറയുന്ന ചൈൽഡ് കെയർ ഗൈഡൻസിന് ഫേമസ്. അതുപോലെ തന്നെ വിർജീനിയ അബ്ഗാറാണ് ഇൻട്രൊഡ്യൂസ് അബ്ഗാർ സ്കോറിംഗ് സിസ്റ്റം ഫോർ ന്യൂ ബോൺ അസസ്മെൻറ്റ്. ഓക്കെ, അതുപോലെ ജോണാസ് സാൽക്ക് ഡെവലപ്ഡ് ഫസ്റ്റ് സക്സസ്ഫുൾ പോളിയോ വാക്സിൻ. നമുക്കറിയാം പോളിയോ എന്ന് പറയുന്നത്, പോളിയോ മൈലറ്റസ് എന്ന് പറയുന്നത് എത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഡിസീസ് കണ്ടീഷനാണെന്ന്. കാരണം നമുക്കറിയാം പോളിയോ മൈലറ്റസ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ അഫക്റ്റ് ചെയ്തിട്ട് പിന്നീട് എന്താണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയൊക്കെ ബാധിക്കും അല്ലേ. അപ്പോൾ ഈ പറയുന്ന പോളിയോ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇന്ത്യ ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് 2014. അത് നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ പഠിച്ചിട്ടുണ്ടാവും. 2014 കംപ്ലീറ്റ്ലി നമ്മുടെ പോളിയോ ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോണാസ് സാൽക്ക് എന്ന് പറയുന്ന ആളാണ് ഫസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള പോളിയോ വാക്സിൻ ഡെവലപ്പ് ചെയ്തത്. പിന്നെ ലൂയിസ് പാസ്റ്റർ നമുക്കറിയാം, ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ഇമ്മ്യൂണൈസേഷൻ ആൻഡ് ചൈൽഡ് ഹെൽത്ത്. അതുപോലെ തന്നെ റാബിസ് വാക്സിൻ. അതുപോലെ എഡ്വേർഡ് ജെന്നർ ഇൻട്രൊഡ്യൂസ്ഡ് വാക്സിൻ കോൺസെപ്റ്റ്. അപ്പോൾ ഈ ഇയർ ഒന്നും നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് നൽകേണ്ട, ഇത് കമ്മ്യൂണിറ്റി പോലെയല്ല. കൂടുതലും പീഡിയാട്രിക്സിൽ ഡിസീസ് കണ്ടീഷൻ, നമ്മൾ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് പഠിച്ച പോലെ തന്നെ കൂടുതലും നെഫ്രോട്ടിക് സിൻഡ്രം അങ്ങനത്തെ പോലെയുള്ള എസ്എ ക്വസ്റ്റ്യൻസ്, നെഫ്രോട്ടിക് സിൻഡ്രം ഒക്കെ എസ്എ ക്വസ്റ്റ്യൻ ആണ്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പിന്നെ ജോൺസ് ക്രൈറ്റീരിയ, റുമാറ്റിക് ഹാർട്ട് ഡിസീസ് അങ്ങനത്തെ ഒക്കെ ഉള്ളതാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. പിന്നെ ഇതും ചോദിക്കാം MCQയിൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാലോ. ഇതാണ് ഇമ്പോർട്ടൻറ്റ് സയൻറ്റിസ്റ്റ്. കുറേ അധികം ഇമ്പോർട്ടൻറ്റ് സയൻറ്റിസ്റ്റ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഞാനിത് ജസ്റ്റ് ഒന്ന് വായിക്കാം. ദ പ്രൈമറി ഗോൾ ഫോർ പീഡിയാട്രിക് നഴ്സിംഗ് ഈസ് ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഫോർ ചിൽഡ്രൻ ആൻഡ് ദിയർ ഫാമിലീസ്. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ പീഡിയാട്രിക് നഴ്സിംഗിൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഫോർ ചിൽഡ്രൻ, അതുപോലെ തന്നെ അവരുടെ ഫാമിലി. ഓക്കെ, വേറെ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഞാനിതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കും കൂടെ ചേർത്താണ് ഞാൻ പഠിക്കുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് പോയിന്റ്സ് വിട്ടു പോവാതിരിക്കാൻ വേണ്ടി. ഓക്കെ, കറക്റ്റാണ്. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഇനിയുള്ളതാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ എന്താണ് ഗ്രോത്ത്? Growth refers to the increase in size, height, weight or number of cells in an organism. It is a quantitative change, meaning it can be measured. For example, a child growing taller or gaining weight. അപ്പോൾ നമുക്കറിയാം ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഫസ്റ്റ് പിക്ചറിലൂടെ നമുക്ക് പറയാം. നോക്കിയേ, ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ ഈ ഒരു കുട്ടി ഇത്രയും വലുതായി, അപ്പോൾ നമുക്കത് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ മാസ് ആണ് ഈ പറയുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത്. അത് ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു മനുഷ്യൻ വളരും അല്ലേ, ഒരു പോയിൻ്റ് ആകുമ്പോൾ നമുക്കറിയാം ഒരു വളർച്ച അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതുമാണ്.
നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. നമുക്ക് വെയിറ്റ് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ലേ, വെയിങ് മെഷീൻ വഴി നമുക്ക് വെയിറ്റ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഹൈറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഏതൊരു വസ്തു അതെന്ന് പറയുന്നത് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, പിന്നെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ദ ഓവറോൾ ചേഞ്ചസ് ഇൻ ഷേപ്പ്, ഫങ്ഷൻ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ആൻ ഓർഗാനിസം. ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ്. ഇത് ക്വാണ്ടിറ്റേറ്റീവ് അല്ല, നമുക്കിത് മെഷർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇൻവോൾവിങ് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ സ്കിൽസ് എബിലിറ്റി സച്ച് ആസ് ലേണിംഗ് ടു വാക്ക്, തിങ്ക് ഓർ കമ്മ്യൂണിക്കേറ്റ്. അതായത് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്, ഹൗ മച്ച്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഹൗ വെൽ. ബോത്തും എന്താണ്, ഒരു പ്രോസസ്സാണ്. ഓക്കെ, സോ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, അതായത് നമ്മൾ തിങ്ക് ചെയ്യുന്നു. അതുപോലെ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഒരു ബേബി 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും സോഷ്യൽ സ്മൈൽ, നമ്മൾ ഓരോരോ ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺസ് നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ അസസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കെയർ പ്ലാൻ, കേസ് സ്റ്റഡി ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ എഴുതുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ ഓരോരോ ഏജ് ആകുമ്പോൾ ഓരോരോ മൈൽ സ്റ്റോൺസ് അവർ അച്ചീവ് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് എന്ന് സിമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, ഇതാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇനി അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്കറിയാം. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും സിമ്പിളാണ്, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ്, ഇൻക്രീസ് ഇൻ സൈസ്, ഹൈറ്റ്, വെയ്റ്റ് ആൻഡ് നമ്പർ ഓഫ് സെൽസ്. അതാണ് നമ്മുടെ ഈ പറയുന്ന ഗ്രോത്ത്. ഇത് പ്രോഗ്രസീവ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫങ്ഷൻ, സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. ഇനി നേച്ചർ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, മറ്റത് ക്വാളിറ്റേറ്റീവ് ആട്ടോ. അത് ഞാൻ എഴുതാൻ വിട്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയതായിരിക്കാം. ക്വാളിറ്റേറ്റീവ് ആണ്, ക്വാളിറ്റേറ്റീവ് ആണ്. അതുപോലെ തന്നെ ചേഞ്ചസ് മെയിൻലി ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ഇവിടെ ഫിസിക്കൽ ഉണ്ടാവും, മെൻ്റൽ ഉണ്ടാവും, ഇമോഷണൽ ഉണ്ടാവും, സോഷ്യൽ ചേഞ്ചസും ഉണ്ടാവും. പ്രോസസ്സ് എന്ന് പറയുന്നത് ബോഡിയുടെ ഡെവലപ്മെൻറ്റിനെ മാത്രമാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഓവറോൾ മെച്യൂറേഷൻ ആൻഡ് ഫങ്ഷണൽ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ഇവിടെ നോക്കുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നതാണ് ഡ്യൂറേഷൻ, സ്റ്റോപ്സ് ആഫ്റ്റർ സർട്ടൻ ഏജ്. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ലൈഫ്. പിന്നെ ഔട്ട്കംസ്, ഇൻക്രീസ് ഇൻ ബോഡി സൈസ്, പിന്നെ ഇൻക്രീസ് ഇൻ കപ്പാസിറ്റി ആൻഡ് എഫിഷ്യൻസി. സോ ഇതാണ് മെയിനായിട്ടും ഈ പറയുന്ന ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ എന്താ പറയുന്നത്, ഇത് ഈസിയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്കിത് ബോറടിക്കും. ഓക്കെ, ഇനിയുള്ളതാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, നോർമൽ ഗ്രോത്ത് ആൻഡ് ഇറ്റ് ഡിസോർഡേഴ്സ്. അപ്പോൾ ഫസ്റ്റാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗ്രോത്ത്. അതാണ് മെയിനായിട്ട് ഇവിടെ നോക്കുന്നത്. സോ ഇതൊരു നിമോണിക്കാണ്. ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ഫൈൻഡ് ഗ്രേറ്റ് പീപ്പിൾ മേക്ക് മാർവലസ് കോൺട്രിബ്യൂഷൻ. അതായത് ഒരു സിമ്പിൾ നിമോണിക്കാണ്. ഈ ഒരു സിമ്പിൾ നിമോണിക്ക് വഴിയാണ് നമ്മൾ ഈ പറയുന്ന ഫാക്ടേഴ്സ് നമ്മൾ നോക്കുന്നത്. ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റാണ് ജനറ്റിക്. ഓക്കെ, ജനറ്റിക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഈ പറയുന്ന ജനറ്റിക് എന്ന് പറയുന്നത്, റൈറ്റ്. കാരണം പല ആളുകൾക്കും എന്താ പറയുന്നത്, ഗ്രോത്തിനെയൊക്കെ ഒത്തിരി നമുക്ക് ഈ പറയുന്ന ജനറ്റിക് ഡിസോർഡേഴ്സ് എഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ടേർണർ സിൻഡ്രോം, ക്ലിനഫിൽട്ടർ സിൻഡ്രോം, സോട്ടോ സിൻഡ്രോം. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന ടേർണർ സിൻഡ്രത്തിലൊക്കെ എന്താണ്, ചിലപ്പോൾ ഷോർട്ട് സ്റ്റേച്ചറാണ്, അങ്ങനെയൊക്കെ നമ്മൾ നോക്കണം. പിന്നെ ഉള്ളതാണ് സെക്സ്. നമുക്കറിയാം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഡ്യൂറിങ് ടൈം ഓഫ് ബർത്ത് ബോയ്സ് ആർ ടോളർ ആൻഡ് ഹെവിയർ ഇൻ കമ്പാരിസൺ ടു ഗേൾസ്. അതായത് ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, എപ്പോഴും ബർത്തിൻ്റെ സമയത്ത് ബോയ്സ് ആയിരിക്കും കുറച്ചുകൂടെ ടോളറും അതുപോലെ ഹെവിയറും ഗേൾസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. എപ്പോഴും അങ്ങനെയായിരിക്കും നമ്മൾ പൊതുവെ കാണുന്നത്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ സെയിം അല്ല. പക്ഷേ അങ്ങനെയാണ് യൂഷ്വലി ബോയ്സിനായിരിക്കും കൂടുതൽ വെയിറ്റും അതുപോലെ തന്നെ ടോളറും. ഇനി അടുത്തതെന്ന് പറയുന്നതാണ് ഫീറ്റൽ ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോളൂ. ഏതൊക്കെ ഫീറ്റൽ ഹോർമോൺസ് ആണ്? 3 എണ്ണമാണ്. തൈറോക്സിൻ, ഇൻസുലിൻ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഈ പറയുന്ന തൈറോക്സിനും ഇൻസുലിനും എന്താണ്, ഗ്രോത്ത് ആണ്. ഗ്രോത്ത് ഓഫ് ദ ഫീറ്റസിനെയാണ് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത് മെച്ചുറേഷൻ ഓഫ് ഓർഗൻ. അപ്പോൾ ഇപ്പം തന്നെ കാണാണ്ട് പിടിച്ചോ, നമുക്കിതിനെ GIT എന്ന് ഓർത്തിരിക്കാം. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, ഇൻസുലിൻ ആൻഡ് തൈറോക്സിൻ. ആൻഡ് ഇൻസുലിൻ ആൻഡ് തൈറോക്സിൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ഫീറ്റസ് ആൻഡ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ മച്ചുറേഷൻ ഓഫ് ഓർഗൻ.
സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ഫീറ്റൽ ഹോർമോൺസ് ഏതൊക്കെയാണ്? തൈറോക്സിൻ, ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. അപ്പോൾ ഈ പറയുന്ന തൈറോക്സിൻ, ഇൻസുലിനാണ് നമ്മുടെ ഫീറ്റസിൻ്റെ ഗ്രോത്ത്, അതായത് വൂമ്പിനുള്ളിലെ ഫീറ്റസിൻ്റെ ഗ്രോത്തിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു 2 ഹോർമോൺസ് എന്ന് പറയുന്നത്. പിന്നെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ് ഫീറ്റസിലെ ഓർഗൺ മെച്ചുറേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്താ പറയുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഇതാണ് ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഏതാണ്? ജനറ്റിക്, സെക്സ് ആൻഡ് ഫീറ്റൽ ഹോർമോൺസ് സച്ച് ആസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, ഇൻസുലിൻ ആൻഡ് തൈറോക്സിൻ. ഓക്കെ, ഇനി അടുത്തതാണ് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഒത്തിരി ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. ഐ മീൻ അബണ്ടൻറ്റ് എമൗണ്ട് ഓഫ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആർ ദെയർ. ഓക്കെ, പക്ഷേ ഇപ്പം നിങ്ങൾ മേജറായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഫസ്റ്റാണ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ 1 and 2. ഇ ഫോർ എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ ആൻഡ് ടി ഫോർ ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടർ. ഈ പറയുന്ന ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടർ 2 ടൈപ്പ് ഉണ്ട്. ദാറ്റ് ഇസ് ആൽഫ ആൻഡ് ബീറ്റ. അതായത് ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടേഴ്സ് 2 ടൈപ്പ് ഉണ്ട്, ആൽഫ ആൻഡ് ബീറ്റ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഫ എന്ന് പറയുന്നത് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും, ബീറ്റ എന്ന് പറയുന്നത് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ അതിൽ ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടേഴ്സിലുള്ളതാണ് ആൽഫയും ബീറ്റയും. ആൽഫ എന്ന് പറയുന്നത് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും, ബീറ്റ എന്ന് പറയുന്നത് ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും, ഐ മീൻ തടയും. അപ്പോൾ ഏതൊക്കെയാണ്? കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ബേസിക് ആയിട്ട് നിങ്ങൾ അറിയണം ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടർ 1 and 2, അതുപോലെ തന്നെ എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ, ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ. ആൽഫ വിച്ച് പ്രൊമോട്ട് ഗ്രോത്ത് ആൻഡ് ബീറ്റ വിച്ച് വിൽ ഇൻഹിബിറ്റ് ഗ്രോത്ത്. ഓക്കെ, സോ ഇനിയുള്ളതാണ് നമ്മുടെ പ്ലാസെൻ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയുള്ളതാണ് നമ്മുടെ പ്ലാസെൻ്റൽ ഫാക്ടേഴ്സ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. സോ അടുത്തതാണ് നമ്മുടെ പ്ലാസെൻ്റൽ ഫാക്ടേഴ്സ്. സോ നെക്സ്റ്റ് ഇസ് വാട്ട്? നെക്സ്റ്റ് ഇസ് എ പ്ലാസെൻ്റൽ ഫാക്ടർ. ഞാൻ നിങ്ങൾക്കൊരു ഇമേജ് വരയ്ക്കാം. ഇപ്പോൾ ഞാൻ അത്ര നല്ലോണം വരയ്ക്കത്തില്ല, ബട്ട് നിങ്ങളിതൊരു ഇതെന്താണ്? ഇത് യൂട്രസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതെന്താണ്? ഫീറ്റസ് ആണ് കേട്ടോ. ഇതെന്ന് പറയുന്ന ഫീറ്റസ് ആട്ടോ. അതായത് യൂഷ്വലി ഈ പറയുന്ന ഫീറ്റസ് നമ്മുടെ യൂട്രസിൽ എംബഡ് ചെയ്യുവാണല്ലോ. പിന്നെ നമുക്ക് പ്ലാസൻ്റ ഉണ്ട്. പ്ലാസൻ്റ ഇതാണ് നമ്മുടെ പ്ലാസൻ്റ. ഈ പറയുന്ന പ്ലാസൻ്റയുടെ ഉള്ളിൽ നമുക്ക് ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ. ഓക്കെ, ബ്ലഡ് വെസൽസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലഡ് വെസൽസ്. അപ്പോൾ ഇതാണ് യൂട്രസ്, ഇത് ഫീറ്റസ്, ഇത് പ്ലാസൻ്റ, അത് ബ്ലഡ് വെസൽസ്. ഓക്കെ, നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഈ പറയുന്ന പ്ലാസൻ്റയിൽ ഒരു ത്രോംബസ് ഇങ്ങനെ വരിക. കാരണം ഈ പ്ലാസൻ്റ വഴിയാണ് അമ്മയ്ക്ക് കുഞ്ഞിലേക്ക് എന്താണ് ന്യൂട്രിയൻസ് പകർന്നു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? അത് ന്യൂട്രിയൻസ് ഇവിടെ നിന്ന് കുഞ്ഞിലേക്ക് എത്തണമെങ്കിൽ പ്ലാസൻ്റ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ത്രോംബസ് അവിടെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുന്നു, അല്ലേ? അപ്പോൾ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുമ്പോൾ ഇനഫ് എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസോ ഓക്സിജനോ കുഞ്ഞിൻ്റെ അടുത്തേക്ക് എത്തില്ല. ഓക്കെ, സോ ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഇഫ് എ മദർ ഇസ് എ ഡയബറ്റിക്. ഓക്കെ, ഇപ്പോൾ അമ്മ എന്ന് പറയുന്നത് ഡയബറ്റിക് ആണെങ്കിൽ, അതായത് മദർ ഡയബറ്റിക് ആണെങ്കിൽ, ഐ മീൻ എന്താണ് അവിടെ ഉണ്ടാവുന്നത്? ഹൈപ്പർഗ്ലൈസീമിയ. അതായത് ഹൈ എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടല്ലോ, ഹൈപ്പർഗ്ലൈസീമിയ. അങ്ങനെ ഹൈപ്പർഗ്ലൈസീമിയ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്താ ഉണ്ടാവുന്നതെന്നറിയോ? അവിടെ ഹൈപ്പർ കൊയാഗുലബിലിറ്റി. ഓക്കെ, അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇഫ് എനി ത്രോംബസ് ഇൻ പ്ലാസെൻ്റൽ വെസൽ ഡ്യൂ ടു ഡയബറ്റിക് വിച്ച് ലീഡ്സ് ടു ഹൈപ്പർഗ്ലൈസീമിയ, due to this hyperglycemia which leads to hypercoagulability which obstruct the placenta. അതായത് ഹൈപ്പർ കൊയാഗുലേഷൻ സംഭവിക്കും. കൊയാഗുലേഷൻ കൂടും. കാരണം എന്താ? അമ്മ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ പറയുന്ന ഡയബറ്റിക് പേഷ്യൻറ്റിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്? കൊയാഗുലേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ എന്താണ് ഉണ്ടാവുന്നത്? അവിടെ ഒരു ഇവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബേബീനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാസെൻ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് മെറ്റേണൽ ഫാക്ടേഴ്സ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ന്യൂട്രിയൻ സപ്ലൈ.
ന്യൂട്രിയൻ സപ്ലൈ. ഫസ്റ്റ് ഫാക്ടറാണ് നമ്മുടെ ന്യൂട്രിയൻ സപ്ലൈ എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ലോണം എന്താ പറയുന്നത്, ഈ പറയുന്ന അമ്മ ന്യൂട്രിയൻസ് കൺസ്യൂം ചെയ്തില്ലെങ്കിൽ ബേബിക്കാണ് അതിൻ്റെ ദോഷം. ഓക്കെ, അതാണ് ഫസ്റ്റ്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരുന്നോളൂ, അഡ്വാൻസ്ഡ് മെറ്റേണൽ ഏജ്. എന്താണ് അഡ്വാൻസ്ഡ് മെറ്റേണൽ ഏജ്? അഡ്വാൻസ് മെറ്റേണൽ ഏജ്, അതായത് എന്താണ് ഈ അഡ്വാൻസ്ഡ് മെറ്റേണൽ ഏജ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 35 ആൻഡ് എബോവ്. ഇതിനെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് മെറ്റേണൽ ഏജ് എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് യൂഷ്വലി നമുക്കറിയാം ഈ പറയുന്ന ലേറ്റ് പ്രഗ്നൻസിയിൽ എന്താണ് പ്രീ ടേം ബേബീസ് റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ ജനറ്റിക് ഡിസോർഡേഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. ജനറ്റിക് ഡിസോർഡേഴ്സും കൂടുതലായിരിക്കും. അതായത് അഡ്വാൻസ്ഡ് ഏജ് എന്ന് പറയുന്നത് എസ്പെഷ്യലി 35 ആൻഡ് എബോവ്. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ ഹൈ റിസ്ക് ഓഫ് പ്രീമെച്വർ ബേബി ആൻഡ് ഓൾസോ ജനറ്റിക് ഡിസോർഡേഴ്സും കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് മൾട്ടിപ്പിൾ പ്രീവിയസ് ജെസ്റ്റേഷൻ. വാട്ട് ഈസ് മൾട്ടിപ്പിൾ പ്രീവിയസ് ജെസ്റ്റേഷൻ? സോ വാട്ട് ഈസ് എ മൾട്ടിപ്പിൾ പ്രീവിയസ് ജെസ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്പിൾ പ്രീവിയസ് ജെസ്റ്റേഷൻ നത്തിങ് ബട്ട് ഒന്നുമില്ല, മോർ ദാൻ 5 പ്രഗ്നൻസി. മോർ ദാൻ 5 പ്രഗ്നൻസി, അതാണ് ഈ പറയുന്ന മൾട്ടിപ്പിൾ പ്രീവിയസ് എന്താ പറയുന്നത് ജെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഹൈ റിസ്ക് ഓഫ് ഡെലിവറിങ് പ്രീ ടേം ബേബി. അതായത് ഞാൻ ഹോസ്പിറ്റലിൽ പോസ്റ്റിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ കണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേഡി എന്ന് പറയുന്നത് ഒരു ഏകദേശം 4 കുട്ടികളുണ്ട്. 5ാമത്തെ കുട്ടി അവർക്ക് വേണം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡോക്ടേഴ്സ് അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് 4 കുട്ടികളുണ്ട്, സോ എന്തുകൊണ്ടാണ് നിങ്ങൾ 5ാമത്തെ കുട്ടി ഇപ്പോൾ നിങ്ങൾ എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് എന്താ പറയുന്നത് ബേബീസിനെ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഗേൾസ് ആയിരുന്നു. അപ്പോൾ ഒരു സണ്ണിൻ്റെ ഒബ്സഷനാണ് മെയിനായിട്ടും. ഒരു ബോയ് ബേബി വേണം എന്നുള്ളൊരു മെയിൻ റീസൺ കൊണ്ടാണ് അവരിങ്ങനെ പ്രഗ്നൻസീസ് ട്രൈ ചെയ്യുന്നത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി 5ാമതും ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രഗ്നൻസി ഉണ്ടാകുന്ന സമയത്ത് പ്രീ ടേം ബേബീസും അതുപോലെ തന്നെ മദേഴ്സിനും അധികം എഫക്റ്റാണ്. കാരണം യൂട്രസ് അറ്റോണി ഉണ്ടാവും. കാരണം അവിടെ ഒരു പരിധി കൂടുതൽ, ഐ മീൻ അവിടെ എന്താണ് റെസ്റ്റ് ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് അവരിങ്ങനെ ചെയ്യുവാണ്. ഐ മീൻ ലൈക്ക് പ്രഗ്നൻ്റ് ആവുന്നു ആൻഡ് ഹീസ് ആൻ ഓട്ടോ ഡ്രൈവർ. നമ്മൾ അതൊക്കെ കൺസിഡർ ചെയ്യണം, അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇനി അടുത്ത ഫാക്ടറാണ് അനീമിയ. സോ നെക്സ്റ്റ് അനീമിയ. അനീമിക് ആയിട്ടുള്ളൊരു ആൾ ഭയങ്കര ഹൈ റിസ്ക് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഹൈപ്പർ ടെൻഷൻ. സോ നെക്സ്റ്റ് ഇസ് വാട്ട്? നെക്സ്റ്റ് ഇസ് നത്തിങ് ബട്ട് hypertension. Next is nothing but that is hypertension. So what is hypertension in pregnancy known as? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? What is hypertension in pregnancy known as? That is eclampsia. What is hypertension in pregnancy known as? Eclampsia. Okay. So നമുക്ക് എങ്ങനെയാണ് ഇത് eclampsia എന്ന് പറയുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 140/90 or 160/90 mmHgക്ക് മേലെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷനെ നമുക്ക് എക്ലാംസിയ എന്ന് വിളിക്കാം. വാട്ട് ഇസ് എക്ലാംസിയ? ഓക്കെ, എക്ലാംസിയ. ഇനി അടുത്തതാണ് ഒബ്വിയസ്ലി ഇൻഫെക്ഷൻസ് പ്ലേസ് എ മേജർ റോൾ. അതായത് ഫോർ എക്സാമ്പിൾ മദേഴ്സിന് HIV ഉണ്ടെങ്കിൽ ബേബീസിന് അത് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? അതിപ്പോൾ ഏത് ഇൻഫെക്ഷൻ ആയിരിക്കാം. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഇസ്, സോ ഇൻഫെക്ഷൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മൈക്രോബയോളജിയിൽ നിങ്ങൾ പാത്തോളജിയിലും പഠിച്ചിട്ടുണ്ടാവും. ടോർച്ച്, ലൈക്ക് നമ്മളൊരു നിമോണിക് പഠിച്ചിട്ടില്ലേ, ലൈക്ക് ടോർച്ച്. വാട്ട് ഇസ് ടോർച്ച്? T for അതാണ് ഇൻഫെക്ഷൻ്റെ ഒരു എക്സാമ്പിൾ. ബേബീസിനും വരാൻ ചാൻസ്. ടോക്സോപ്ലാസ്മോസിസ്, അതർ ഇൻഫെക്ഷൻ, റൂബെല്ല
and C for cytomegalovirus, H for herpes, HIV and others. സോ ഇതാണ് മെയിനായിട്ടും പ്ലാസെൻ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഏതൊക്കെയാണ് മെറ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയുള്ളതാണ് ക്രോമോസോം. സോ ഫസ്റ്റ് ഇസ് ഓൾ അബൌട്ട് ടേണർ സിൻഡ്രോം. ടേണർ സിൻഡ്രത്തിനും അതുപോലെ തന്നെ ഡൗൺ സിൻഡ്രത്തിനും പൊതുവേ ഷോർട്ട് സ്റ്റേച്ചർ ആയിരിക്കും, ഐ മീൻ പൊക്കം കുറവായിരിക്കും. ഓക്കെ, ക്ലിനഫിൽറ്റേഴ്സ് ആൻഡ് സോട്ടോ സിൻഡ്രോം എന്ന് പറയുന്നത് ടോൾ സ്റ്റേച്ചർ ആയിരിക്കും, ദാറ്റ് ഇസ് ടോൾ സ്റ്റേച്ചർ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ടേണേഴ്സും ഡൗണും ക്ലിനഫിൽറ്റേഴ്സും കേട്ടിട്ടുണ്ടാവും. ഈ പറയുന്ന സോട്ടോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ സോട്ടോസ് എന്ന് പറയുന്നത് ഇതൊന്നുമില്ല, നമ്മുടെ ക്രോമോസോമിലെ NSD1 ജീൻ എന്ന് പറയുന്നത് മ്യൂട്ടേറ്റ് ആവുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ടോൾ ആവുന്നൊരു കണ്ടീഷനാണ് ഈ പറയുന്ന സോട്ടോ സിൻഡ്രം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ക്രോമോസോം. ഇനിയുള്ളതാണ് ന്യൂട്രീഷണൽ എന്ന് പറയുന്നത് പൊതുവെ ഇപ്പോൾ മദർ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് കൺസ്യൂം ചെയ്യില്ലെങ്കിൽ ബേബീസിനെ അത് ഒത്തിരി എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ പിന്നെ എന്ന് പറയുന്നത് ഇപ്പോൾ ആൽക്കഹോളൊക്കെ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആൽക്കഹോൾ ഡിസ്ട്രസ് സിൻഡ്രോം ബേബീസിന് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതാണ് ന്യൂട്രീഷണൽ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രോത്ത്, ദാറ്റ് ഇസ് ജെനറ്റിക്, സെക്സ്, fetal hormones, thyroxine, insulin and glucocorticoids, growth factors such as insulin like growth factor, epidermal growth factors, transforming growth factors alpha and beta, where alpha will promote growth and beta will inhibit growth. And I already mentioned about the placental factors. If this is a uterus, there is a fetus, and this is a placenta, a blood vessel. If any obstruction due to diabetes mellitus or any other condition, usually it is diabetes mellitus, which will cause a insufficient supply of oxygen and nutrients. And there are different types of maternal factors such as nutrients, then anemia, then multiple previous gestation, hypertension, and all those things. Then next is chromosome, that is Turner's down, Klinefelter sorters, and different things are there. Okay, ഇതിലും കൂടുതലുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. Then nutrition. Next is all about periods of growth. So ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും. സോ ഇപ്പം തന്നെ ഏകദേശം 27 minutes ആയി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വേഗം പഠിച്ച് പോയിട്ടും കാര്യമില്ല. അപ്പോൾ ഫസ്റ്റാണ് നമുക്ക് ഏകദേശം 4 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, നമുക്ക് വേറൊരു സ്ലൈഡ് എടുക്കാം. ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബിഫോർ ബർത്ത്. എന്താണ് ബിഫോർ ബർത്ത്? ഓക്കെ, എന്താണ് ഫസ്റ്റ് സ്റ്റേജ്? That is before birth. And second stage is during birth. And third stage is after birth. And fourth stage is adolescent. ഇതാണ് ടെക്സ്റ്റ് ബുക്സിലും കാര്യങ്ങളിലും അല്ല, this is a correct thing, adolescent. So these are the 4 stages: before birth, ഡ്യൂറിങ് ബർത്ത്, ആഫ്റ്റർ ബർത്ത് ആൻഡ് അഡോളസെൻറ്റ്. സോ ഈ പറയുന്ന ഫസ്റ്റ്, സെക്കൻഡ്, തേർഡിനെ നമുക്ക് ഒന്ന് നെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജ് ബിഫോർ ബർത്ത്. അതിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? പ്രീനാറ്റൽ. ദാറ്റ് ഈസ് നോൺ ആസ് പ്രീനാറ്റൽ സ്റ്റേജ്. ആൻഡ് സെക്കൻഡ് സ്റ്റേജ് ദാറ്റ് ഈസ് ഡ്യൂറിങ് ബർത്ത്, വിച്ച് ഇസ് നോൺ ആസ് പെരിനാറ്റൽ, വിച്ച് ഇസ് നോൺ ആസ് വാട്ട്? Perinatal. അപ്പോൾ ഫസ്റ്റ് ബിഫോർ ബർത്ത്, വിച്ച് ഇസ് നോൺ ആസ് പ്രീനാറ്റൽ, ആൻഡ് സെക്കൻഡ് ഇസ് വാട്ട്? പെരിനാറ്റൽ, ദാറ്റ് ഇസ് ഡ്യൂറിങ് ബർത്ത്. ആൻഡ് തേർഡ് വൺ ഈസ് വാട്ട്? Postnatal, that is after birth. Then adolescent is same. We don't want to name anything. So that is fourth one, it is adolescent. So first one before birth, which is known as prenatal. Second one it is known as perinatal. And third one it is known as postnatal. And fourth one which is known as adolescent. Okay. So when we consider about prenatal, so നമ്മൾ prenatal നോക്കുകയാണെങ്കിൽ that is before birth. പ്രീനാറ്റൽ എന്ന് പറയുന്നത്
എന്താ പറയുന്നത്, ദാറ്റ് ഇസ് എൻഡയർ സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി. അതായത് എൻഡയർ സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിനെയാണ് നമ്മൾ ഈ പറയുന്ന പ്രീനാറ്റൽ എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ഇപ്പോഴത്തേക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം, കാരണം ഏകദേശം നല്ലോണം ലെങ്തി ആയി. അപ്പോൾ നമുക്ക് ബാലൻസ് അതിൽ പ്രീനാറ്റൽ, പെരിനാറ്റൽ, ഫെർട്ടിലൈസേഷൻ, അതുപോലെ തന്നെ പോസ്റ്റ് നാറ്റൽ പീരീഡ്, ഗ്രോത്ത് ഓഫ് ഡിഫറെൻറ്റ് ടിഷ്യൂസും കാര്യങ്ങളും നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ അപ്പോൾ നിങ്ങൾ നല്ലോണം പീഡിയാട്രിക്സ് പഠിക്കുക. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, കുറച്ച് ടഫൊന്നുമല്ല, നല്ലോണം പഠിക്കുക. ഓക്കെ. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. സോ ഇത് നിങ്ങൾ നല്ലോണം പഠിക്കുക. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഈ പീഡിയാട്രിക്സ്. സോ താങ്ക് യു.